ഇതാരാന്നറിയോ? ഭാവിയിലെ കളക്ടർ അജയ്. Am I right? Take your seat. Thanks. Correct. സമയം നിന്നെ പറ്റി എപ്പോഴും പറയാറുണ്ട്. നിന്റെ അച്ഛൻ എന്ത് പറയുന്നു? ഞാൻ വരുന്നതിന് മുമ്പ് എന്റെ ബയോഗ്രാഫി എത്തിക്കഴിഞ്ഞു. കോഫി കുടിക്കൂ. ഞാൻ കോഫി കഴിക്കാറില്ല, ജ്യൂസ് ഉണ്ടായിക്കൊണ്ടു. ആയിക്കോട്ടെ. കണ്ടോ മമ്മി, ഹെൽത്ത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നെന്ന്? ഡാഡി പോലെ. സമയം നിന്റെ ഡാഡി വിടില്ലേ? ഇപ്പൊ കോഫി കൊണ്ടുവന്നതാ ഡാഡി. ഡാഡിയോ? സോറി സാർ, ഏതോ സെർവന്റ് ആണെന്ന് കരുതി പറഞ്ഞു. കുഴപ്പമില്ല മോനെ, ജ്യൂസ് കുടിക്കേ. നിനക്കറിയാമോ, അടുത്ത വീട്ടിലെ വേലക്കാരി പെണ്ണ് ഞാനും വേലക്കാരനാണെന്ന് കരുതി ലവ് പ്രപ്പോസൽ അയച്ചു. ഞാനൊക്കെ പറഞ്ഞു, എന്റെ ഭാര്യ അത് പൊളിച്ചു. ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ തന്നെ നിങ്ങളുടെ ലവ് അഫെയർ പറയേണ്ട വല്ല കാര്യമുണ്ടോ? പിന്നല്ലാതെ, അവൻ ഇൻസ്പയർ ആവട്ടെ. ഹൗസ് ഹസ്ബൻഡ്. ഇതിനു മുമ്പ് കുറെ കാലം ദുബായിൽ ഷെഫായി ജോലി ചെയ്തു. ഇവിടെ വന്നതിന് ശേഷം ഭാര്യയുടെ ഫ്രഷ്നെസ്സിന് വേണ്ടി വീട്ടിലെ പാചകം ഞാൻ തന്നെ ചെയ്യുന്നു. ഓഫ് കോഴ്സ്, എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ പറയും. അതിരിക്കട്ടെ, എന്ത് കറി വെക്കണം? വേറെന്താ, സാമ്പാർ. നിനക്ക് വേറെ ഒന്നും വേണ്ടേ? നിങ്ങൾക്ക് ശരിക്കറിയാവുന്നത് അതല്ലേ ഉള്ളൂ. ശരി മോനെ, പരിപ്പ് കറി അടുപ്പത്തിരിക്കുന്നു. നിനക്ക് വെച്ചിട്ടുണ്ടേ. ഇതാ എന്റെ റൂം. ഇതാണ് നിന്റെ റൂം? അതെ. എന്തിനാ ഞെട്ടിയേ? നല്ല ഭംഗി, അതുകൊണ്ട് ചോദിച്ചാ. വെരി ഫൺ. ഇതാരാ? നാളെ എന്നെ പെണ്ണ് കാണാൻ വരുന്നു പറഞ്ഞില്ലേ, അതവനാ. എന്നാ ഓക്കെ. എന്താണാവോ, പെണ്ണ് കാണലെന്ന് പറയുമ്പോഴേ ടെൻഷൻ ആവുന്നു. പരിചയമില്ലാത്ത ആളല്ലേ വരുന്നേ, എന്തൊക്കെ പറയണോ എന്തോ. നോക്കേ, നീ ഞാനായിട്ട് വല്ല പരിചയം ഉണ്ടായിരുന്നോ? എന്നിട്ട് നീ എന്റെ കയ്യിൽ പിടിച്ചു വളവളാന്ന് വർത്താനം പറഞ്ഞില്ലേ, അതുപോലെ. ഐഡിയ. ഒരു പണി ചെയ്യാം. ഞാൻ സംയുക്ത, നീ പെണ്ണ് കാണാൻ വരുന്ന ചെറുക്കൻ. ഒരു കുഞ്ഞു റിഹേഴ്സൽ. ഹായ്. ഹായ്. ലൈഫിൽ നിന്റെ ആംബിഷൻ എന്താ? സിവിൽ സർവീസ് പൂർത്തിയാക്കി IAS ഓഫീസറായി പബ്ലിക്കിന് വേണ്ടി അല്പം സെർവ് ചെയ്യണം. നിന്റെ ആംബിഷനോ? എനിക്ക് പബ്ലിക് സർവീസ് വേണ്ട, പ്രൈവറ്റ് സർവീസ് മതി. ഒന്നുകിൽ ഹാപ്പിയായി എവിടേക്കെങ്കിലും ഒക്കെ പോണം, അതല്ലെങ്കിൽ DVD കാണണം. ഓക്കേ. നീ ഓഫീസിൽ നിന്ന് ലേറ്റ് ആയി വന്നാ ഞാൻ കോഫി പോലും തരില്ല. ഞാൻ ഉണ്ടാക്കി നിനക്ക് തരാം. കുക്കിംഗ് കൂടി ചെയ്യില്ല. നിനക്ക് നല്ല ഹോട്ടലിൽ നിന്ന് ഇഷ്ടമുള്ളവ ഡെലിവറി ചെയ്യിക്കാം. പിന്നെ കുട്ടികൾ? അത് ഞാൻ തന്നെ ഡെലിവറി ചെയ്യണോ? നോ, ഞാൻ തന്നെ ഡെലിവറി ചെയ്തോളാം. താങ്ക്സ്, ആ സഹായം ചെയ്യുന്നു. പിന്നെ പിള്ളേരുടെ കുളി, ഡ്രസ്സിംഗ് എല്ലാം നീ നോക്കണം. പിന്നെ ടേസ്റ്റും ഇഷ്ടങ്ങളും കൂടി പറഞ്ഞു നന്നായിരുന്നു. ഇഷ്ടമല്ലേ? എനിക്ക് മഴയത്ത് നനഞ്ഞ് ഡാൻസ് ചെയ്യുന്നത് വലിയ ഇഷ്ടാ. അപ്പൊ നിനക്കോ? നീ മഴയത്ത് ഡാൻസ് ചെയ്യുന്നത് കണ്ടോണ്ടിരിക്കാൻ അതാ എനിക്കിഷ്ടം. പിന്നെ എനിക്ക് ജലദോഷം വന്നാ ഞാൻ വിക്സ് പുരട്ടി തരാം. വിക്സ് പുരട്ടിയാ മാത്രം മതിയോ? തണുപ്പ് കൂടി ശരീരം വരച്ചാൽ? ഞാൻ കമ്പിളി കൊണ്ട് നിന്നെ മൂടും. എന്നിട്ടും തണുപ്പ് പോകാതിരുന്ന? ഞാൻ പുതപ്പിനുള്ളിൽ വന്ന് തണുപ്പ് മുഴുവനും മാറ്റും. അത് തെറ്റല്ലേ? തെറ്റെന്താണ്? നീ എന്റെ ഭാര്യയല്ലേ? തെറ്റല്ലല്ലോ. അപ്പൊ നിന്റെ ഇഷ്ടം. ഡാഡി, ഞങ്ങള് കമ്പിളിക്കുള്ളിന്ന് പുറത്തേക്ക് അതെ, റൂമിനകത്തുനിന്ന് പുറത്തേക്ക്. നിങ്ങൾ ഇവിടെ ഇരുന്നോണ്ടാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഇത് നിന്റെ IAS ഇന്റർവ്യൂവിന് പ്രിപ്പയർ ആവാൻ വളരെ സഹായിക്കും. താങ്ക്സ് ആൻഡി, ഞാൻ പോയിട്ട് വരാം. ബൈ. ബൈ. ഇത് കട്ടാവാതെ തന്നെ നിന്റെ ബോഡി നല്ല ഷേപ്പ് വരും. ഹായ് ഗീത. ഗീത. ഹായ്. നോക്കി എന്റെ കണ്ണെത്ര ചോപ്പാണെന്ന്. ഇൻഫെക്ഷൻ ആണോ? അല്ല, അപക്ഷനാ. നീ എഴുതിയ ലവ് ലെറ്റർ കിട്ടിയതിൽ പിന്നെ എനിക്ക് രാത്രി ഉറക്കമേ വന്നില്ല, അറിയാമോ? അത് എഴുതിയത് ഞാനല്ല, ജസ്റ്റ് പാസ് ചെയ്തു. ഓക്കേ, പാസ് ചെയ്തെന്നോ? പിന്നെ എഴുതിയതാരാ? ബാബു, ഒന്ന് ഇവിടെ തിരിഞ്ഞു നോക്കൂ ബാബു. എന്തിനാ? ലാപ്ടോപ്പിൽ കാണുന്നുണ്ടല്ലോ ഉമ്മ. അമേരിക്കയിൽ നിന്ന് വന്നത് പെണ്ണിനെ ലാപ്ടോപ്പിൽ കാണാനാണോ? യു നോ, ദിസ് ഈസ് മൈ സെക്കൻഡ് മാരേജ്. സോറി, എന്റെ ഫസ്റ്റ് മാരേജ് കമ്പ്യൂട്ടർ എപ്പോഴേ കഴിഞ്ഞു. ജോക്കാ? ഡെപ്ത്. ഞാൻ എന്ത് പറഞ്ഞാലും ഹാർട്ട് എന്ന് പറയും. ഡേഞ്ചർ വാർത്ത കൂടി നല്ല ഡെപ്തിൽ പറഞ്ഞോ. മോളെ, നീ ചെറുക്കനെ ലാപ്ടോപ്പിൽ കണ്ടോടി. വേണ്ട അച്ഛാ, അല്പം പേഴ്സണൽ ആയിട്ട് സംസാരിക്കാൻ പറ്റുമോ?
ഓക്കെ, ബട്ട് വൺ കണ്ടീഷൻ. എൻ്റെ കൂടെ എൻ്റെ ഫസ്റ്റ് വൈഫ് കൂടെ വരും. ഓക്കെ? ഹായ്. ഹായ്. നിങ്ങളുടെ അംബീഷൻ എന്താ? എനിക്ക് ബിൽ ഗേറ്റ്സിനെ പോലെ മെയിൻ ഗേറ്റ്സ് ആവണമെന്നുണ്ട്. അയാൾ വിൻഡോസ് കണ്ടുപിടിച്ച പോലെ എനിക്ക് ഡോർസ് കണ്ടുപിടിക്കണം. എന്തെന്നോ ഇപ്പോഴുള്ളതിനേക്കാൾ ഏറെ വിശാലമാവണം. ഫ്രീ വർക്ക് ചെയ്യാമല്ലോ. ലൈഫിൽ നിങ്ങൾക്ക് ഇഷ്ടം എന്താ? ആക്ച്വലി എൻ്റെ ലൈഫിൽ 3 ഇഷ്ടങ്ങളുണ്ട്. യു നോ, നമ്പർ 1 കമ്പ്യൂട്ടേഴ്സ്, നമ്പർ 2 കമ്പ്യൂട്ടേഴ്സ്, ബട്ട് നമ്പർ 3 ഈ കമ്പ്യൂട്ടർ തന്നെ. I do like 3 things the most in life. Number 1, ഓരോ ദിവസവും 8 മണിക്കൂർ ഉണർന്ന് തന്നെ ഇരിക്കണം. അയ്യോ, ബാക്കി 16 മണിക്കൂർ ഉറക്കം തന്നെ. Number 2, മിനിമം 4-5 DVD എങ്കിലും കാണണം. അത് ശരി, അമേരിക്കയിൽ CD കട തുടങ്ങണമെന്നാ? And number 3, മഴയത്ത് നനഞ്ഞ് ഡാൻസ് ചെയ്യണം. എന്റെ അമ്മോ, ഇവക്ക് സിനിമയിലെ മഴപ്പാട്ട് കണ്ട് വട്ടായി പോയോ? മഴയത്ത് ഡാൻസ് ചെയ്താൽ പനി വരില്ലേ? എനിക്കങ്ങനെ പനി വന്നാ നിങ്ങക്കെന്താ? നീ മഴയത്ത് ഡാൻസ് ചെയ്താൽ എനിക്കല്ലേ പ്രശ്നങ്ങള്? ഞാൻ നിന്നെ ഹോസ്പിറ്റലാക്കണം, ഞാൻ തന്നെ ബില്ല് കെട്ടണം. നിനക്കൊരു വിഷയം അറിയുമോ? അമേരിക്കയിലെ ഹോസ്പിറ്റലിൽ പേഷ്യന്റ് മുമ്പ് ബില്ലിടുന്നവൻ ചത്തുപോകും. സംസാ അറിയില്ല. കണ്ടോ അജയ്, ഇയാള് ഞാൻ പറയുന്നതിന് എക്സാക്ട്ലി റിവേഴ്സാ വരുന്നത്. നിന്റെ അച്ഛനെ മെയിൻ ഗേറ്റ്സിനെ പോലത്തെ ഒരുത്തിനെ എവിടുന്ന് കിട്ടിയാവോ? അതെ അജയ്, എനിക്ക് പോലും മനസ്സിലാവുന്നില്ല. അജയ, എന്റെ കമ്പ്യൂട്ടറിലെ വൈറസ് പോലെ ഇവൻ എവിടെ നിന്ന് വന്നു? അടുത്ത് വന്നിട്ട് കണ്ടില്ലേ? ഞാൻ ആരെയും കണ്ടില്ല. നീ ആരോടാ സംസാരിക്കുന്നത്? ഇത്ര വലിയൊരു സോഡ ഗ്ലാസ് വെച്ചിട്ടും കണ്ണു കാണുന്നില്ലേ? അയ്യോ അമ്മോ, ഇനി ഇവിടെ ഇരുന്നാൽ എന്റെ സിസ്റ്റം മൊത്തം ക്രാഷ് ആയി പോവല്ലോ. ഐ ഡോണ്ട് വാണ്ട് സെക്കൻഡ് മാരേജ്. വി ആർ മേഡ് ഫോർ ഈച്ച് അതർ ഓൾവേസ്. എന്റെ പെണ്ണുകാണില് ക്രാഷ് ആയി പോയി. എന്തേ, ചെറുക്കന് നിന്നെ ഇഷ്ടായില്ല? അല്ല, അവനെ എനിക്കിഷ്ടായില്ല. എങ്ങനെ ഇഷ്ടപ്പെടും? മുന്നിൽ ചാക്കോച്ചനെ പോലൊരു ചെക്കനുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരുത്തനെ ഇഷ്ടപ്പെടുവോ? അതിന് അജയ്ക്ക് ഇഷ്ടമുണ്ടോ? നമ്മുടെ മോളെ കണ്ടാൽ ആരെങ്കിലും വേണ്ടെന്ന് പറയുവോ? അവളുടെ മുഖം എന്നെ പോലല്ലേ? എന്താ, നിങ്ങളെ പോലോ? കഷ്ടം തന്നെ. കഷ്ടോ? എന്റെ പെണ്ണുകാണില് ക്രാഷ് ആയാ നിനക്കെന്താ കുഴപ്പം? നിന്റെ കല്യാണം കഴിഞ്ഞാ എനിക്കത് ഹാപ്പിയാണല്ലോ. അത്ര ഹാപ്പി ആവുമെങ്കിൽ എനിക്കൊരു ചെക്കനെ കണ്ടുപിടിക്ക. ഗ്രേറ്റ് ഐഡിയ. എന്ത്? 24 മണിക്കൂറിനുള്ളിൽ നിനക്കൊരു പെർഫെക്റ്റ് മാച്ചിനെ കണ്ടെത്തും. The countdown starts now. Bye. സാർ, നമ്മൾ വളരെ നാളായി തെരയുന്ന ഗോപാല സിറ്റിയിൽ എത്തിയെന്ന് ഇൻഫർമേഷൻ കിട്ടി സാർ. വേണ്ട 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 വേണ്ട, അവനൊന്നും ചെയ്യരുത്. വേണ്ട വേണ്ട എന്ന് പറഞ്ഞത് മനസ്സിലായില്ലടാ, ഇഡിയറ്റ്. അവനെ നീ എന്തിനാ ഷൂട്ട് ചെയ്തേ? അവൻ വലിയ ക്രിമിനലാ സാർ. 2 വർഷത്തിലേറെ പോലീസിനെ വെട്ടിച്ച് അവൻ നടക്കുകയായിരുന്നു. പക്ഷെ ഒരു വലിയ മർഡർ കേസിൽ ഇവൻ ഒരേ ഒരുത്തൻ ഐ വിറ്റ്നസ്. കഴിഞ്ഞില്ലേ? നീ ചെയ്ത പണി കാരണം മൊത്തം കേസ് ക്ലോസ് ചെയ്യേണ്ടി വരും, അറിയോ? എന്നാലും എന്റെ മുമ്പിൽ വെച്ച് നിനക്കൊരുത്തനെ കൊല എത്ര ധൈര്യോ? സാർ, ഹുസൈൻ സാർ, ഞാനങ്ങോട്ട് ഫോൺ ചെയ്യാൻ പോയിരുന്നു സാർ. ഈ ബാലു സംഭവിച്ചത് എന്താണെന്ന് എനിക്കറിയാം. നീ ഒരു പണി ചെയ്യേ, ബാലുവിന് വേഗം ഒന്ന് പറഞ്ഞു വിട്ടേ. എൻകൗണ്ടർ എന്ന് എഴുതി കേസ് ക്ലോസ് ചെയ്യേ. ഖുദാഫിസ് ഹുസൈൻ സാർ. ഹലോ. ഹലോ സർ, മാച്ച് കിട്ടിയോ? എന്തെത്ര ധൃതി? അവനെന്താ പാവേ മറ്റാണോ ഷോപ്പിൽ നിന്ന് കിട്ടാൻ? പറഞ്ഞ സമയത്തട്ടെ, കുറച്ച് ക്ഷമിക്കേ. ഹലോ. മാച്ച് കിട്ടിയോ? ഓൾമോസ്റ്റ് കിട്ടിയ
പറ്റിയത് പോലെ. നിനക്ക് പിടിച്ചോ? എന്ത് പിടിക്കാതെ? ചെറുപ്പം മുതലേ ഞാൻ കാണുന്ന ഫേസ് അല്ലേ. ഓ അങ്ങനെയാ? അവൻ നിനക്ക് ഓക്കെ, പക്ഷെ നീ അവൻ ഓക്കെ ആണോന്ന് എനിക്കൊരു ഡൗട്ട്. എനിക്കെന്താ, ഞാനും സൂപ്പർ. അയാളിപ്പോ എവിടെയാ? എത്ര മണിക്ക് കൊണ്ടുവരും? പറഞ്ഞില്ലേ കൊണ്ടുവരാന്ന്. വൈകുന്നേരം ആവും. അത് പറ്റില്ല, ഇപ്പൊ കൊണ്ടുവരണം. ഇപ്പൊ ഞാൻ ടൂ ബിസി. ഇപ്പൊ പറ്റില്ല. എന്നെക്കാളും ബിസിയോ? എന്ത് ചെയ്യുന്നു? പറയൂ ആ. പറയൂ. അത് അത് അജയ് പറയ്. പറഞ്ഞില്ലേ ഞാൻ കക്കൂസിലാന്ന്. ഹായ്. ഹലോ ആ? അജയ്, നീ എവിടെയാ? ഇന്നലെ അയാളെ കൊണ്ടുവരാന്ന് പറഞ്ഞത്. അയാൾ അവിടെ തന്നെ ഉണ്ട്, നിന്റെ അടുത്ത്. എവിടെ ഉണ്ടെന്നാ? ഇവിടെ ഞാനല്ലാതെ വേറെ ഒരാളും ഇല്ല. നീ നേരെ തിരിഞ്ഞ കണ്ണാടി നോക്ക്. നീ നോക്കുന്നിടത്തൊക്കെ ഈ മുഖമാണോ? അജയ്, നമ്മളിപ്പോ എവിടെ പോവാ? എന്റെ അച്ഛനെ കണ്ടു. എന്തിന്? വേറൊന്നുമല്ല, എനിക്ക് 2 വിഷയം പറയാം. ഒന്നൊരു ഗുഡ് ന്യൂസ്, പിന്നെ ഒരു ബാഡ് ന്യൂസ്. എന്താ ഗുഡ് ന്യൂസ്? അങ്ങയുടെ മകൻ പ്രേമത്തിൽ കുടുങ്ങിയിട്ടുണ്ട്. ഉടനെ കല്യാണം കഴിച്ചു തരണം. മറ്റേ ബാഡ് ന്യൂസ് എന്താ? നീ അങ്ങേരുടെ മരുമോളാകാൻ പോകുന്നു. വെരി ഫണ്ണി. ചീനൻ എങ്ങനെയുണ്ടാ? ഡോക്ടർ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ചീനൻ എങ്ങനെയുണ്ട് ഡോക്ടർ? അവന് D6 വെർട്ടിബ്രയിൽ സ്പൈനൽ ഫ്രാക്ചറായി. അടിയന്തരമായിട്ട് സർജറി ചെയ്യണം. ഐ കനോട്ട് ഗ്യാരണ്ടി എനിത്തിങ്. എന്നാൽ ഒരു വിഷയം മാത്രം പറയാം, അവന് നല്ല ബെഡ് റെസ്റ്റ് ആവശ്യമാണിപ്പോൾ. എന്തു പറ്റിയടാ? ഞാനുള്ളപ്പോ നീ പേടിക്കണ്ട, പറയടാ.